നോഹ് പെട്ടകം പണിതു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണ് നോഹിന്റെ പെട്ടകം. പിതാവായ ദൈവം നോഹിനോട് പറഞ്ഞ കാര്യങ്ങൾ നോഹ് വിശ്വസിച്ചു. അതുകൊണ്ടാണ് നോഹും നോഹിന്റെ കുടുംബവും അതുപോലെ തന്നെ അന്ന് ആ ലോകത്തുണ്ടായിരുന്ന എല്ലാ ഇഴജന്തുക്കൾ ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളും പക്ഷികളും അതിൽ നിന്നെല്ലാം ഓരോ ജോഡിക്കും പിന്നെ അതിനുശേഷം ഈ ലോകത്തിലേക്ക് കടന്നു വരാനും ഈ ലോകം പിന്നെയും തുടർന്ന് മുന്നോട്ട് പോകാനും സാധ്യമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ വിശ്വസിക്കുന്നവന് മാത്രമുള്ളതാണ് ദൈവമഹത്വം ദർശിക്കാനുള്ള ഭാഗ്യം. ഇന്ന് വീണ്ടും, അതായത് ഞാൻ പറഞ്ഞു, എന്റെ ജന്മദേശം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിച്ച് വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് 18 കിലോമീറ്ററുള്ള ഈ കല്ലുവിൽ എത്തിച്ചേർന്നു. ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായി, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പറഞ്ഞാലും തീരെ അതുപോലത്തെ പീഡകൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് അതിന്റെ എല്ലാം മഹത്വം ഞാൻ ദർശിക്കുകയാണ്. ഒരിക്കല് വീടുപണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹോമേഷൻ തുറന്നതിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടു. പരിശുദ്ധാത്മാവ് ഹോമേഷൻ തുറന്നത് ഞാൻ പറഞ്ഞു, പ്രാർത്ഥനാ മുറിയുടെ ഒക്കെ പണി തീർന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിട്ട് പോയാൽ പോരെ. പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. അപ്പം ഇതുപോലെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ജീവിത പങ്കാളിയുടെ ഉദരത്തിൽ 3ാമത്തെ കുഞ്ഞ് രൂപപ്പെട്ടപ്പോൾ അവള് വികൃതയും വൈരുദ്ധ്യമുള്ളതും ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്ന് ദർശനത്തിൽ കാണാൻ സാധിച്ചു. ഡോക്ടർമാർ വിധി എഴുതി. എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ യാതൊരു വൈകല്യവുമില്ലാത്ത ഒരു വളരെ വിശുദ്ധിയായ ഒരു ദൈവകൃപയുള്ള ഒരു കുഞ്ഞിനെ ഇന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് പലപ്പോഴും ആലോചന ചോദിക്കുമ്പോൾ അവളെ കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വചനം പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അപ്പം ആ വിശ്വാസം എന്ന് പറയുന്ന കൃപ പ്രാപിച്ചെടുക്കുക എന്ന് പറയുന്ന അത്ര നിസ്സാരമായ കാര്യമല്ല. കണ്ണടച്ചിട്ടുള്ളൊരു ചാട്ടമാണ് വിശ്വാസം. കണ്ണടച്ചിട്ടുള്ള ഒരു അഗാധമായ ഒരു കൊക്കയിലേക്കുള്ള ചാട്ടം. എന്റെ ദൈവം എന്നെ കയ്യിൽ താങ്ങും എന്നുള്ള ആ ഒരു ബോധ്യം. ഓക്കെ, ഇനി വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവകൃപയിൽ വന്നിട്ട് വിശ്വാസത്തിന്റെ ആ തകർച്ച മൂലം വീണുപോയ, ശുശ്രൂഷ ജീവിതത്തിൽ വന്നിട്ട് വിശ്വാസത്തിന്റെ തകർച്ച മൂലം വീണുപോയ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും പുനതമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പൂർവികരായിട്ട് പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്, താൻ പാതി ദൈവം പാതി. തമ്പുരാന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ താൻ പാതി ദൈവം പാതി ഒന്നുമില്ല കേട്ടോ. താൻ പാതി ദൈവം പാതി ഒന്നുമില്ല. മുഴുവൻ ദൈവം തന്നെയാണ്.